നഗരത്തിരക്കുകളിൽ നിന്ന് അല്പം മാറിയുള്ള ഞങ്ങളുടെ ചെറിയ വീടിന്റെ മുറ്റത്ത് പഴയൊരു മാവിന്റെ തണലിൽ എന്റെ അച്ഛൻ വിജയൻ ഒരു കസേരയിലിരുന്നു. അദ്ദേഹത്തിന്റെ കൈയിലുള്ള തുണികൊണ്ടുള്ള സഞ്ചിയുടെ വായ്ഭാഗം വലിച്ചുകെട്ടി അടുത്ത ദിവസത്തേക്ക് ചന്തയിൽ വിൽക്കാനുള്ള പച്ചക്കറികൾ അതിനുള്ളിൽ ഭദ്രമായി വെച്ചു. കഴിഞ്ഞ 30 വർഷമായി ഇതെന്റെ അച്ഛന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രായം നൽകിയ നരച്ച മുടിയും അധ്വാനം കാരണം കഠിനമായ കൈകളും അദ്ദേഹത്തിന്റെ എളിയ ജീവിതത്തിന്റെ അടയാളങ്ങളാണ്. അകത്ത് ഞാനൊരു ചെറിയ മേശയ്ക്ക് മുന്നിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുകയായിരുന്നു. പഴക്കമുള്ള ആ മുറിയിലെ ഏക ആധുനിക ഉപകരണം അതുമാത്രമായിരുന്നു. എന്റെ കണ്ണുകളിലൊരു തീവ്രമായ സ്വപ്നം മിന്നിമറയുന്നത് അച്ഛൻ എന്നും കാണാറുണ്ട്. എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമെന്നോണം ഞാൻ ഉയരങ്ങളിലെത്തുന്നത് സ്വപ്നം കണ്ട് അദ്ദേഹം മനസ്സ് നിറഞ്ഞു ചിരിച്ചു. കാലം എത്ര കഴിഞ്ഞാലും മാറാത്തൊരു വാത്സല്യം ആ ചിരിയിലുണ്ടായിരുന്നു. അച്ഛന്റെ ചിരി കേട്ട് ഞാൻ പുറത്തേക്ക് വന്നു. എന്താ അച്ഛാ ചിരിക്കുന്നത്? ഞാൻ ചോദിച്ചു. അച്ഛന്റെ ചിരിക്ക് കൂടുതൽ തെളിച്ചം വന്നു. ഒന്നുമില്ല മോനെ, നിന്നെ ഇങ്ങനെ കാണുമ്പോ മനസ്സിലൊരു സന്തോഷം. എന്റെ മോൻ പഠിച്ചു വലിയ ആളായി. അച്ഛനല്ലേ എന്നെ പഠിപ്പിച്ചത്. അച്ഛന്റെ വിയർപ്പിന്റെ വിലയാണ് ഈ ലാപ്ടോപ്പും എന്റെ സ്വപ്നങ്ങളും. ഞാൻ അച്ഛന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ഒരു ബൈക്കിലൊരാൾ വന്ന് ഒരു വലിയ തടി പൊതിച്ച കത്ത് അച്ഛന്റെ കയ്യിൽ കുടിക്കുന്നത്. ഇതൊരു VIP കത്താണ്. ഇത് വിജയൻ സാറിന് നേരിട്ട് നൽകണമെന്നാണ് അവർ പറഞ്ഞത് എന്നയാൾ പറഞ്ഞു. വിജയനോ? അച്ഛൻ അത്ഭുതത്തോടെ ചോദിച്ചു. തന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു കത്ത് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ്. അയാൾ പോയപ്പോൾ ഞങ്ങൾ കത്ത് തുറന്നു. ക്ഷണക്കത്ത് നഗരത്തിലെ ഏറ്റവും വലിയ ധനികനും വ്യവസായിയുമായ രാമചന്ദ്രന്റെ മകന്റെ വിവാഹത്തിനായിട്ടുള്ളതായിരുന്നു. കത്ത് കണ്ടപ്പോൾ അച്ഛന്റെ കണ്ണുകൾ വിടർന്നു. ആനന്ദ്, ഇത് ശരിക്കും നമുക്ക് കിട്ടിയതാണോ? എങ്ങനെയോ തെറ്റിവന്നതാണോ? അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു. ആഡംബരത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ആ ക്ഷണക്കത്ത് അദ്ദേഹം വിറയലോടെ കയ്യിൽ പിടിച്ചു. നമ്മളെപ്പോലുള്ളവരെ അവിടേക്ക് ക്ഷണിച്ചതിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ശാന്തമായി പുഞ്ചിരിച്ചു. അച്ഛാ, നമ്മളെന്തിനാണ് സ്വയം താഴ്ത്തിക്കിട്ടുന്നത്? നമ്മളും ഒട്ടും മോശക്കാരല്ല. മനസ്സിന്റെ നന്മയാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മളും മറ്റുള്ളവരെപ്പോലെ തന്നെയാണ്. എന്റെ വാക്കുകൾ കേട്ട് അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖത്തെ നിഷ്കളങ്കമായ ചിരിക്ക് കൂടുതൽ വെളിച്ചം വന്നു. എന്റെ കണ്ണുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞു. ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ നിമിഷം ആ വീടിനുള്ളിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ തിളക്കമുണ്ടായിരുന്നു. രാവിലെ അച്ഛൻ ഒരു പഴയ വെളുത്ത ഷർട്ടും മുണ്ടും തെരഞ്ഞെടുത്തു. വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നെങ്കിലും ആ വസ്ത്രങ്ങൾ വൃത്തിയായി തേച്ചുവച്ചിരുന്നു. ഞാൻ ഒരു ലളിതമായ നീല ഷർട്ടും പാൻസും ധരിച്ചു. ഞങ്ങളുടെ വസ്ത്രങ്ങൾക്ക് ആഡംബരമില്ലായിരുന്നു, പക്ഷേ ഒരുതരം ലാളിത്യവും അന്തസ്സും അതിനുണ്ടായിരുന്നു. ഇത് മതിയോ മോനെ? അച്ഛൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവിടെ വരുന്നവരൊക്കെ വലിയ ആളുകളായിരിക്കും. നമ്മുടെ ഈ വേഷം അവർക്ക് ചേർന്നതാണോ? ഞാൻ അച്ഛനെ സമാധാനിപ്പിച്ചു. അച്ഛാ, വസ്ത്രങ്ങളിലല്ല, മനുഷ്യത്വത്തിലാണ് കാര്യം. അത് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വലിയ മനുഷ്യർ. ഞങ്ങൾ ഞങ്ങളുടെ പഴയ കാറിൽ യാത്ര തുടങ്ങി. നഗരത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ തിളങ്ങുന്ന ആഡംബര കാറുകൾ ഞങ്ങളെ മറികടന്നുപോയി. കാറുകളുടെ ചില്ലിനകത്ത് വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ആളുകളിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അച്ഛൻ അതെല്ലാം കണ്ട് അസ്വസ്ഥനായി. ആനന്ദ്, നോക്കിക്ക്, എല്ലാവരും എങ്ങനെയൊക്കെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. നമ്മുടെ വേഷം അവിടെ ഒരു നാണക്കേടാവുമോ? ഞാൻ അച്ഛന്റെ കയ്യിൽ തട്ടി. അച്ഛാ, പേടിക്കാതെ. നമ്മൾ പോകുന്നത് ഒരു കല്യാണത്തിനാണ്, ഒരു മത്സരത്തിനല്ല. നമ്മളായിരിക്കുന്നതിൽ എന്തിനാണ് അച്ഛൻ ലജ്ജിക്കുന്നത്? എന്റെ വാക്കുകൾ അച്ഛന് ആശ്വാസം നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയം ഒളിഞ്ഞുകിടന്നിരുന്നു. തന്റെ ലളിതമായ വസ്ത്രം കാരണം ഞാൻ അപമാനിക്കപ്പെടുമോന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഭയം. എന്റെ സന്തോഷം കെടുത്താതിരിക്കാൻ അദ്ദേഹം ആ ഭയം പുറത്തു കാണിച്ചില്ല. പകരം ഒരു പുഞ്ചിരി നൽകി യാത്ര തുടർന്നു. ആഡംബരത്തിന്റെ മനോഹാരിത നിറഞ്ഞ കെട്ടിടങ്ങൾക്കും റോഡുകൾക്കുമിടയിലൂടെ ഞങ്ങളുടെ ചെറിയ കാർ ഒരു വിരസമായ യാഥാർത്ഥ്യമായി മുന്നോട്ടു നീങ്ങി. നഗരത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വരുന്ന തിരക്കുള്ള കാറുകൾക്കൊപ്പമായിരുന്നില്ല ഞങ്ങളുടെ യാത്ര. ഞങ്ങൾക്കു മാത്രമുള്ള ഒരു ലോകത്തിലൂടെയായിരുന്നു. ഒടുവിൽ ആഡംബര ഹോട്ടലിന്റെ പ്രവേശന കവാടം ഞങ്ങൾക്കു മുന്നിൽ ഉയർന്നുവന്നു. അവിടെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലും പ്രൗഢി വിളിച്ചോതുന്ന കാറുകളുടെ നിരയായിരുന്നു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് മോനെ, അച്ഛൻ പതിയെ മന്ത്രിച്ചു. സാരമല്ല അച്ഛാ, നമുക്ക് പോകാം, ഞാൻ അച്ഛന്റെ ഭയം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി പ്രവേശന കവാടത്തിലേക്ക് നടന്നു. ആ നിമിഷം ഞങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം ഞങ്ങളുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ആ ലോകത്തിലേക്കുള്ള ഞങ്ങളുടെ ആദ്യ കാൽവെപ്പ് ഒരു ഗാർഡിന്റെ ചോദ്യത്തിൽ അവസാനിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പ്രവേശന കവാടത്തിലേക്ക് നടന്നു. വലിയ ആഡംബര ഹോട്ടലിന്റെ പ്രവേശന കവാടത്തിൽ
കറുത്ത സ്യൂട്ട് ധരിച്ച ഒരു ഗാർഡ് ഗൗരവത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രൗഢമായ കാറുകളിൽ നിന്നിറങ്ങുന്ന ആളുകളെ സല്യൂട്ട് ചെയ്ത് അയാൾ ചിരിയോടെ അകത്തേക്ക് കടത്തിവിടുന്നു. ഞങ്ങളും അച്ഛനും അടുത്തേക്ക് നടന്നപ്പോൾ ഗാർഡിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അയാളുടെ കണ്ണുകൾ മുകളിൽ നിന്ന് താഴേക്ക് ഞങ്ങളെ ഒന്ന് നോക്കി. "ക്ഷമിക്കണം, നിങ്ങൾ എങ്ങോട്ടാണ്?" ഗാർഡ് കർശനമായി ചോദിച്ചു. "വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്," അച്ഛൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. "ഇതൊരു VIP വിവാഹമാണ്. സാധാരണക്കാർക്കിവിടെ പ്രവേശനമില്ല." ഗാർഡിന്റെ വാക്കുകളിൽ പുച്ഛം കലർന്നിരുന്നു. അച്ഛന്റെ മുഖം വിളറി. അദ്ദേഹത്തിന്റെ കൈകൾ വിയർത്തു. തന്റെ ഭയം യാഥാർത്ഥ്യമായല്ലോ എന്ന് അദ്ദേഹം മനസ്സിൽ വേദനിച്ചു. ഞാൻ അച്ഛന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. എന്റെ അച്ഛനെ അപമാനിക്കപ്പെടുന്നത് കണ്ടപ്പോൾ എന്റെ ഉള്ളിലൊരു തീവ്രമായ ദേഷ്യം ആളിക്കത്തി. "നിങ്ങൾക്ക് തെറ്റി," ഞാൻ ശാന്തമായി പറഞ്ഞു. "ഞങ്ങളും അതിഥികളാണ്. ക്ഷണക്കത്തുണ്ടോ?" ഗാർഡ് പുച്ഛത്തോടെ ചിരിച്ചു. ഞാൻ ഒരു നിമിഷം പോലും വൈകാതെ എന്റെ പോക്കറ്റിലിരുന്ന ക്ഷണക്കത്ത് പുറത്തെടുത്തു. എന്നിട്ട് ഗാർഡിന് നേരെ നീട്ടി. അതൊരു സാധാരണ ക്ഷണക്കത്തായിരുന്നില്ല. രാമചന്ദ്രൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു പ്രത്യേക കത്തായിരുന്നു അത്. കത്ത് കണ്ടതും ഗാർഡിന്റെ കണ്ണുകൾ മിഴിഞ്ഞു. അയാളുടെ മുഖത്തെ പരിഹാസം നിസ്സഹായതയായി മാറി. അയാൾ വേഗം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളെ നോക്കി തലകുനിച്ചു. "ക്ഷമിക്കണം സാർ, എനിക്ക് ആളുമാറിപ്പോയി. ദയവായി അകത്തേക്ക് വന്നോളൂ," എന്നയാൾ വിനയത്തോടെ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടാതെ അച്ഛനെയും കൂട്ടി അകത്തേക്ക് നടന്നു. ഗാർഡിന്റെ ഈ മാറ്റം അച്ഛനെ ആശ്ചര്യപ്പെടുത്തി. ഞാൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു കത്ത് കയ്യിൽ സൂക്ഷിച്ചതെന്നോർത്ത് അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്റെ മുഖത്ത് ആത്മവിശ്വാസം മാത്രമാണുണ്ടായിരുന്നത്. എന്റെ ഉള്ളിൽ അപമാനിക്കപ്പെട്ടതിലുള്ള വേദനയുടെയും ദേഷ്യത്തിന്റെയും അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നു. "അച്ഛാ, കണ്ടില്ലേ, ഒരു ക്ഷണക്കത്തുകൊണ്ട് ഒരാളുടെ വില എങ്ങനെയാണ് മാറുന്നത്?" ഞാൻ പതിയെ അച്ഛനോട് പറഞ്ഞു. ഞങ്ങൾ ഹോട്ടലിന്റെ വിശാലമായ ഹാളിലേക്ക് പ്രവേശിച്ചു. അവിടത്തെ കാഴ്ചകൾ ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. വിലയേറിയ വസ്ത്രങ്ങളും വജ്രാഭരണങ്ങളും അണിഞ്ഞ ആളുകൾ ചിരിയോടെ സംസാരിക്കുന്നു. ഞാൻ ചുറ്റും നോക്കി. അവർക്കിടയിൽ ഞാനും എന്റെ അച്ഛനും എത്രമാത്രം ഒറ്റപ്പെട്ടവരാണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എന്റെ കണ്ണുകൾ മുന്നോട്ടു നോക്കി നടന്നു. എന്റെ ലക്ഷ്യം ആ വിവാഹത്തിൽ പങ്കെടുക്കുക എന്നത് മാത്രമായിരുന്നില്ല. അതിനപ്പുറം എന്തോ ഒന്ന് എന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഗാർഡിന്റെ ഭാഗത്തുണ്ടായ അപമാനം മറന്ന് ഞങ്ങൾ ഹാളിലേക്ക് പ്രവേശിച്ചു. പ്രൗഢഗംഭീരമായ ആൾക്കൂട്ടത്തിനിടയിൽ ഞങ്ങൾ തങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് തിരക്കി. ആളുകൾ തങ്ങളുടെ സമ്പന്നമായ വസ്ത്രങ്ങൾ കാണിച്ചു ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിച്ചു. വിശ്രമിക്കാൻ പറ്റിയ ഒരിടം കണ്ടെത്താൻ ഞാൻ ചുറ്റും നോക്കി. ഒരു മൂലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന 2 VIP കസേരകൾ ഞാൻ കണ്ടു. ഞാൻ അച്ഛന്റെ കയ്യിൽ പിടിച്ച് അവിടേക്ക് നടന്നു. "അച്ഛാ, ഇവിടെ ആരുമില്ല. നമുക്കിവിടെ ഇരിക്കാം," ഞാൻ പറഞ്ഞു. ഞങ്ങൾ കസേരകളിലിരുന്നു. ഒരു നിമിഷത്തേക്ക് ഞങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം ഞങ്ങൾക്ക് അന്യമായി തോന്നിയില്ല. എന്നാൽ ആ നിമിഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. വളരെ വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ ഒരു ദമ്പതികൾ ഞങ്ങൾക്ക് സമീപത്തേക്ക് വന്നു. അവർ വളരെ അഹങ്കാരത്തോടെയാണ് സംസാരിച്ചിരുന്നത്. അവർ ഞങ്ങളുടെയും അച്ഛന്റെയും വസ്ത്രങ്ങൾ കണ്ട് പുച്ഛിച്ചു. "ഇവിടെ നിങ്ങളിരിക്കാൻ മാത്രം ഇവിടെ എന്ത് യോഗ്യതയാണുള്ളത്?" വ്യവസായിയുടെ ഭാര്യ പുച്ഛത്തോടെ ചോദിച്ചു. "അവിടെയുള്ള കസേരകൾ നിങ്ങളെപ്പോലുള്ളവർക്കുള്ളതല്ല. പിന്നിലേക്ക് പോകൂ." വ്യവസായിയുടെ ശബ്ദം കഠിനമായിരുന്നു. അച്ഛന്റെ ഹൃദയം വേദനിച്ചു. തന്റെ മകന്റെ മുന്നിൽ അപമാനിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഉടൻ തന്നെ എഴുന്നേറ്റ് പിന്നിലേക്ക് മാറാൻ ശ്രമിച്ചു. "അവിടെ ആ സാധാരണ കസേരകൾ കണ്ടില്ലേ? അതൊക്കെയാണ് നിങ്ങളുടെ നിലവാരം." വ്യവസായിയുടെ വാക്കുകൾ അച്ഛന്റെ ആത്മമര്യാദ കേട്ട് അടിയായിരുന്നു. ഞാനൊരു നിമിഷം ആ വ്യവസായിയുടെ മുഖത്തേക്ക് നോക്കി. എന്റെ കണ്ണുകളിൽ ഒരുതരം ശാന്തതയുണ്ടായിരുന്നെങ്കിലും ആഴത്തിൽ ദേഷ്യം ആളിക്കത്തിയിരുന്നു. "അച്ഛാ, നമുക്കിരിക്കാം. ആരും നമ്മളെ ഇവിടുന്ന് മാറ്റില്ല," ഞാൻ പതിയെ അച്ഛനോട് പറഞ്ഞു. ഞാൻ എന്റെ മുഷ്ടി ചുരുട്ടി. ഈ വേദനയെല്ലാം ഒരു ദിവസം അവർക്ക് നൽകാനുള്ള മറുപടിയായി മനസ്സിൽ കുറിച്ചു. "ഇത് സഹിക്കാൻ കഴിയില്ല മോനെ," എന്ന് വേദനയോടെ അച്ഛൻ മന്ത്രിച്ചു. "അച്ഛാ, ഈ വേദന ഒരു ദിവസം വലിയൊരു വിജയത്തിന്റെ ഭാഗമാകും. ഈ അപമാനം ഞങ്ങളെ കൂടുതൽ ശക്തരാക്കും," എന്ന് ഞാൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്റെ ആത്മവിശ്വാസം കണ്ട് അച്ഛൻ വീണ്ടും കസേരയിലിരുന്നു. എന്നാൽ ഞങ്ങളുടെ മനസ്സിലെ ഭാരം ഒട്ടും കുറഞ്ഞില്ല. ഈ അപമാനങ്ങൾ ഞങ്ങളെ കൂടുതൽ ഒറ്റപ്പെടുത്തി. ചുറ്റുമുള്ള ആളുകൾ ഞങ്ങളെ പുച്ഛത്തോടെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ കാഴ്ച ഞങ്ങൾക്ക് ഹൃദയഭേദകമായിരുന്നു. VIP കസേരകളിലെ അപമാനം മനസ്സിലൊരു വേദനയായി നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഭക്ഷണശാലയിലേക്ക് നടന്നു. അവിടെ ആഡംബരത്തിന്റെ മറ്റൊരു ലോകം കണ്ടു. സ്വർണ്ണ നിറമുള്ള പാത്രങ്ങളിൽ വിളമ്പിയ വിഭവങ്ങൾ, വെള്ളി സ്പൂണുകളും ഫോർക്കുകളും, വിവിധതരം മധുരപലഹാരങ്ങൾ എല്ലാം രാജകീയ പ്രൗഢിയോടെ ഒരുക്കിയിരുന്നു. വിശപ്പുണ്ടായിരുന്നിട്ടും എനിക്കും അച്ഛനും ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോകാൻ മടിയായിരുന്നു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് ഞങ്ങൾ ഭക്ഷണത്തിനുള്ള ക്യൂബിൽ നിന്നു. ക്യൂബിലുണ്ടായിരുന്ന മറ്റുള്ളവർ വിലയേറിയ വസ്ത്രങ്ങൾ അണിഞ്ഞവരായിരുന്നു.
അവർ വലിയ ശബ്ദത്തിൽ ചിരിച്ചും സംസാരിച്ചുമിരുന്നു. തങ്ങളുടെ ലളിതമായ വസ്ത്രം കാരണം അവർക്കിടയിൽ ഞങ്ങൾ കൂടുതൽ ഒറ്റപ്പെട്ടതായി അച്ഛനു തോന്നി. ഞാൻ അച്ഛന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. സാരമില്ല അച്ഛാ, നമുക്ക് കഴിക്കാം. ഞങ്ങൾ മുന്നോട്ടു നീങ്ങാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദമുയർന്നു. ഹേയ്, നിങ്ങൾ എവിടെ പോകുന്നു? ആദ്യം ഞങ്ങളാണ് പോകേണ്ടത്. ഒരാൾ വളരെ പുച്ഛത്തോടെ ഞങ്ങളെ പിന്നിലേക്ക് തള്ളിമാറ്റി. അയാളുടെ ഭാര്യ ഞങ്ങളുടെ വേഷം കണ്ട് കളിയാക്കി ചിരിച്ചു. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ ഭക്ഷണം വിളമ്പാൻ വന്നവരാണോ നിങ്ങൾ? അയാൾ ചോദിച്ചു. അല്ല, ഞങ്ങൾ അതിഥികളാണ്, ഞാൻ ശാന്തമായി പറഞ്ഞു. അതിഥികളോ? ഈ വേഷത്തിൽ? ഇവിടെയുള്ള ജോലിക്കാരെപ്പോലെയുണ്ട് നിങ്ങൾ, അയാൾ ഞങ്ങളെ പുച്ഛിച്ച് വീണ്ടും പറഞ്ഞു. അച്ഛന്റെ തല കുനിഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ താഴേക്ക് വീണു. തന്റെ മകന്റെ മുന്നിൽ വീണ്ടും അപമാനിക്കപ്പെട്ടതിൽ അദ്ദേഹത്തിന് അതിയായ സങ്കടം തോന്നി. ഈ അപമാനം അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തെയാണ് മുറിവേൽപ്പിച്ചത്. ഞാൻ ആ വേദന മനസ്സിലാക്കി. ഞാൻ എന്റെ കൈകൾ മുറുകെ പിടിച്ചു. പുറത്ത് ഞാൻ ശാന്തനായി നിന്നെങ്കിലും എന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, ഈ വേദന ഒരു ദിവസം നമ്മളെ ഇവിടെയെല്ലാം എത്തിക്കും. ഇതെല്ലാം നമ്മൾ കോർക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ അച്ഛന്റെ കൈയിൽ മുറുകെ പിടിച്ച് അവിടേക്ക് നോക്കി നിന്നു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവർ തങ്ങളുടെ ലോകത്തിൽ മുഴുകിയിരുന്നു. ഈ നിമിഷം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു: ഈ അപമാനങ്ങൾക്കെല്ലാം ഞങ്ങൾ മറുപടി നൽകും. ഈ രാത്രി എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ രാത്രിയായിരിക്കും. എന്റെ വാക്കുകൾ അച്ഛന്റെ മനസ്സിൽ ഒരാശ്വാസമായി പടർന്നു. പക്ഷേ അപമാനഭാരം അദ്ദേഹത്തെ തളർത്തി. ഞങ്ങൾ ഹാളിലെ ഒരു മൂലയിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നിൽക്കാൻ ശ്രമിച്ചു. എന്റെയും അച്ഛന്റെയും വേദന എന്റെ ഉള്ളിലൊരു പ്രതികാരത്തിന്റെ തീപ്പൊരിയായി ആളിക്കത്തി. അതേസമയം വിവാഹവേദിയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന വ്യവസായി രാമചന്ദ്രൻ മൈക്കിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ശബ്ദം ഹാളിൽ നിറഞ്ഞുനിന്നു. ആളുകൾ ശ്രദ്ധയോടെ അദ്ദേഹത്തെ കേൾക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ മനോഹരമായ നിമിഷത്തിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു, രാമചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് എന്റെ കമ്പനി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ആ സമയത്ത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്റെ സഹായത്തിനെത്തി. അയാൾ എന്റെ കമ്പനിയെ രക്ഷിക്കുക മാത്രമല്ല, അതിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആളുകൾ ആകാംക്ഷയോടെ കാതോർത്തു. അവർ ആരാണ് ആ വ്യക്തിയെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. രാമചന്ദ്രന്റെ കണ്ണുകൾ ഹാളിൽ നിറഞ്ഞുനിന്ന ആൾക്കൂട്ടത്തിലൂടെ അലഞ്ഞു. എന്റെ കണ്ണുകളുമായി അത് കൂട്ടിമുട്ടിയപ്പോൾ രാമചന്ദ്രന്റെ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരി വിരിഞ്ഞു. നമ്മളിവിടെ എല്ലാവരും ഈ വസ്ത്രങ്ങളും ആഡംബരങ്ങളും നോക്കിയാണ് ആളുകളെ വിലയിരുത്തുന്നത്. എന്നാൽ യഥാർത്ഥ മൂല്യം അതിലല്ല. ആ മനുഷ്യനിപ്പോൾ നമ്മുടെ ഇടയിലുണ്ട്. രാമചന്ദ്രന്റെ വാക്കുകൾ ഞങ്ങൾക്ക് നേരെയായിരുന്നു. രാമചന്ദ്രൻ വേദിയിൽ നിന്നിറങ്ങി വന്ന് എന്റെ തോളിൽ കൈവച്ചു. ഈ ചെറുപ്പക്കാരനെ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? രാമചന്ദ്രൻ മൈക്കിലൂടെ ചോദിച്ചു. എന്നെ നോക്കി. എന്നെ അപമാനിച്ച വ്യവസായിയുടെയും ഭാര്യയുടെയും മുഖം വിളറി. അവരുടെ കണ്ണുകൾ തള്ളി. ഇദ്ദേഹമാണ് ആനന്ദ്. കഴിഞ്ഞ മാസം 450 കോടി രൂപയുടെ ഒരു കമ്പനി ഏറ്റെടുത്ത പുതിയ കോടീശ്വരൻ. എന്റെ കമ്പനിയെ രക്ഷിച്ചതും ഇദ്ദേഹമാണ്. രാമചന്ദ്രന്റെ വാക്കുകൾ ഹാളിൽ മുഴങ്ങി. ഹാളിൽ നിശ്ശബ്ദത തളം കെട്ടി. ആളുകൾ അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കി. തങ്ങൾ അപമാനിച്ചത് ഒരു കോടീശ്വരനെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെല്ലാവരും ഞെട്ടിപ്പോയി. അച്ഛൻ അത്ഭുതത്തോടെ എന്നെ നോക്കി. ഞാനൊരു പുഞ്ചിരിയോടെ അച്ഛന്റെ തോളിൽ കൈയിട്ട് നിന്നു. എന്റെ ഈ നേട്ടം ഒരു മകനെന്ന നിലയിൽ അച്ഛന് വലിയ അഭിമാനം നൽകി. രാമചന്ദ്രന്റെ വാക്കുകൾ ഹാളിലൊരു കൊടുങ്കാറ്റുപോലെ ആഞ്ഞുവീശി. ആളുകൾ പരസ്പരം നോക്കി. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപമാനിച്ചവരുടെ മുഖത്ത് ഭയവും ലജ്ജയും നിറഞ്ഞു. അവർക്കെവിടെയെങ്കിലും ഒളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചുപോയി. രാമചന്ദ്രൻ എന്റെ കൈകളിൽ മൈക്ക് നൽകി. ഒരു നിമിഷത്തേക്ക് ഹാളിലാകെ ഒരു നിശബ്ദത തളം കെട്ടിനിന്നു. ഞാൻ ആൾക്കൂട്ടത്തെ ഒന്നു നോക്കി. പിന്നീട് എന്റെ കണ്ണുകൾ എന്റെ അച്ഛന്റെ മുഖത്ത് പതിഞ്ഞു. അച്ഛൻ അഭിമാനത്തോടെ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഞാൻ ഇതുവരെ അനുഭവിച്ച വേദനയെല്ലാം മറന്നു. ഞാൻ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കോടീശ്വരനായി അറിയപ്പെടുന്നത് എന്റെ ബാങ്ക് ബാലൻസ് കൊണ്ടോ വില കൂടിയ വസ്ത്രങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച മൂല്യങ്ങൾ കൊണ്ടാണ്. എന്റെ വാക്കുകൾ കേട്ട് ആളുകളുടെ ശ്രദ്ധ അച്ഛനിലേക്ക് തിരിഞ്ഞു. അച്ഛൻ ആദ്യമായി തല ഉയർത്തി നിന്നു. ഞങ്ങൾ ഈ വിവാഹത്തിനു വന്നത് എന്റെ സുഹൃത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാനാണ്. ഞങ്ങൾ വന്നത് എന്റെ അച്ഛന്റെ ഇഷ്ടപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ്. എന്നാൽ ഈ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഞങ്ങളെ വിലയിരുത്തി. എന്റെ അച്ഛൻ എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഈ വസ്ത്രങ്ങൾ കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ടാണ്. എന്നാൽ ആ കഠിനാധ്വാനത്തെയാണ് നിങ്ങൾ അപമാനിച്ചത്. മകന്റെ വാക്കുകൾ കേട്ട് അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തന്റെ മകൻ തനിക്കു വേണ്ടി സംസാരിക്കുന്നത് കേട്ട് അദ്ദേഹത്തിന് അഭിമാനം തോന്നി. നിങ്ങളൊരു ഗാർഡായിരുന്നു. നിങ്ങൾ ഞങ്ങളെ തടഞ്ഞു. നിങ്ങളൊരു വ്യവസായിയായിരുന്നു. നിങ്ങൾ ഞങ്ങളെ VIP കസേരകളിൽ നിന്ന് ഇറക്കിവിട്ടു.
നിങ്ങളൊരു സാധാരണക്കാരനായിരുന്നു. നിങ്ങൾ ഞങ്ങളെ ഭക്ഷണ ക്യൂവിൽ നിന്ന് തള്ളിമാറ്റി. നിങ്ങളെല്ലാവരും വസ്ത്രം കണ്ടാണ് ഞങ്ങളെ വിലയിരുത്തിയത്. യഥാർത്ഥ സമ്പത്ത് പണത്തിലല്ല, മറിച്ച് മനുഷ്യത്വത്തിലാണ്, സംസ്കാരത്തിലാണ്. എന്റെ വാക്കുകൾ കേട്ട് ഞങ്ങളെ അപമാനിച്ചവരുടെ തല കുനിഞ്ഞു. അവർക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ പ്രസംഗം ഒരു പുഞ്ചിരിയോടെ അവസാനിപ്പിച്ചു. നിങ്ങൾക്കൊരു വലിയ പാഠം ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ബഹുമാനം വസ്ത്രധാരണത്തിലൂടെയോ സാമ്പത്തിക സ്ഥിതിയിലൂടെയോ അല്ല, മറിച്ച് മനുഷ്യത്വത്തിലൂടെയും സംസ്കാരത്തിലൂടെയുമാണ് നേടേണ്ടത്. എന്റെ വാക്കുകൾ ഹാളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞുവീശി. ഓരോ വാക്കും അപമാനിച്ചവരുടെ മനസാക്ഷിയെ കുത്തിനോവിച്ചു. അവർക്കൊന്നും പറയാൻ കഴിയാതെ തലകുനിച്ചു നിന്നു. അവർ തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ നിന്നു. പ്രസംഗം അവസാനിപ്പിച്ച ശേഷം ഞാൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അച്ഛന്റെ കണ്ണുകളിൽ പതിഞ്ഞു. ഞാൻ പതിയെ അച്ഛനെ ചേർത്ത് പിടിച്ചു. ആ നിമിഷത്തിൽ ഞങ്ങൾക്കിടയിലെ സ്നേഹവും പരസ്പര ബഹുമാനവും ആൾക്കൂട്ടത്തിനൊരു വലിയ പാഠമായി. ശേഷം ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തു. ഞാൻ അതിവേഗം ചില നമ്പറുകൾ ഡയൽ ചെയ്തു. ഹാളിൽ ആകാംക്ഷയോടെ കാതോർത്ത ആളുകൾക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ ഫോണിൽ വളരെ ശാന്തമായി സംസാരിച്ചു. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഹോട്ടൽ വാങ്ങിക്കോളൂ. എല്ലാ രേഖകളും ശരിയാക്കി അയച്ചു കൊടുക്കൂ, ഞാൻ ഫോണിലൂടെ നിർദ്ദേശിച്ചു. ഈ വാക്കുകൾ കേട്ട് ആളുകൾ അന്തം വിട്ടു നിന്നു. അടുത്ത നിമിഷം ഞാൻ മൈക്ക് കയ്യിലെടുത്തു. ഞാൻ നേരെ ഹോട്ടൽ ഉടമയുടെ അടുത്തേക്ക് നടന്നു. നിങ്ങൾക്കൊരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു. ഹോട്ടൽ ഉടമ ഒന്നും മനസ്സിലാവാതെ എന്നെ നോക്കി. ഇപ്പോൾ എന്റെ അച്ഛനെ അപമാനിച്ച ഈ ഹോട്ടൽ ഇനി നിങ്ങളുടെ സ്വന്തമല്ല, ഇത് എന്റെ സ്വന്തമാണ്, ഞാൻ പറഞ്ഞു. എന്റെ വാക്കുകൾ കേട്ട് ഹാളിൽ ഒരു വലിയ ഞെട്ടലുണ്ടായി. എല്ലാവരുടെയും കണ്ണുകൾ തുറന്നു. ഞാനവിടെ നിന്നില്ല. ഞാൻ എന്റെ അച്ഛനെ VIP കസേരകളിൽ നിന്ന് ഇറക്കിവിട്ട വ്യവസായിയുടെ അടുത്തേക്ക് നടന്നു. അയാളുടെ മുഖം പേടിച്ചു വിളറിയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി നില അറിയാമോ? ഞാൻ ചോദിച്ചു. അയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ നിങ്ങൾക്ക് ഓഹരി നില അറിയേണ്ട ആവശ്യമില്ല, കാരണം ആ കമ്പനി ഇനി നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളുടെ കമ്പനിയും ഇപ്പോഴെന്റെ കയ്യിലാണ്, ഞാൻ പ്രഖ്യാപിച്ചു. ഈ വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. അവർ വിശ്വസിക്കാൻ കഴിയാതെ നിന്നു. ഞാനിത് ചെയ്തത് എന്റെ അച്ഛന്റെ അഭിമാനം സംരക്ഷിക്കാനായിരുന്നു. പണത്തിന്റെ ശക്തി ആരെയും വേദനിപ്പിക്കാനല്ല, മറിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യാനാണെന്ന് ഞാൻ എല്ലാവർക്കും ഒരു പാഠം നൽകി. ഞാൻ എന്റെ അച്ഛന്റെ തോളിൽ കൈയിട്ട് തല ഉയർത്തി നിന്നു. ആദ്യമായി ഞങ്ങൾക്ക് ലഭിച്ചത് യഥാർത്ഥ ബഹുമാനമായിരുന്നു. ഹോട്ടൽ സ്വന്തമാക്കിയെന്നും വ്യവസായിയുടെ കമ്പനി ഏറ്റെടുത്തു എന്നും ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ ഹാളിൽ പൂർണ്ണ നിശബ്ദത തളം കെട്ടി നിന്നു. ഞാൻ എന്റെ അച്ഛന്റെ തോളിൽ കൈയിട്ട് തല ഉയർത്തി നിന്നു. എന്നെ നോക്കി അവർക്ക് എന്താണ് പറയേണ്ടതെന്നറിയാതെ സ്തബ്ധരായി നിന്നു. നേരത്തെ ഞങ്ങളെ അപമാനിച്ചവരുടെ മുഖത്ത് ഭയവും ലജ്ജയും നിറഞ്ഞു. ഒരു കോടീശ്വരനെയാണ് തങ്ങൾ അപമാനിച്ചതെന്ന തിരിച്ചറിവ് അവരെ തളർത്തി. ഹോട്ടലിന്റെ ഉടമ ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് തലകുനിച്ചു മാപ്പ് പറഞ്ഞു. ക്ഷമിക്കണം സാർ, ഞങ്ങൾ അറിയാതെയാണ് അങ്ങനെ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം, അയാൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നേരത്തെ ഞങ്ങളെ VIP കസേരകളിൽ നിന്ന് ഇറക്കിവിട്ട വ്യവസായിയും ഭാര്യയും ലജ്ജയോടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇവിടെ വസ്ത്രധാരണം നോക്കി ആരെയും വിലയിരുത്തരുത്. പണം ഒരു ഉപകരണമാണ്, അതൊരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നില്ല. യഥാർത്ഥ വിജയം സ്നേഹത്തിലും ബഹുമാനത്തിലുമാണ്. അത് കേട്ട് അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിന് അഭിമാനം തോന്നി. ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അച്ഛാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പിന്നീട് ഞങ്ങൾ ആ ഹാളിൽ നിന്ന് തല ഉയർത്തി ഇറങ്ങിപ്പോകുന്നു. ഞങ്ങളെ നോക്കി തലകുനിച്ചു നിൽക്കുന്നവരുടെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു. അച്ഛനെയും മകനെയും നോക്കി അവർ കൈകൂപ്പി നിന്നു. യഥാർത്ഥ ബഹുമാനം വസ്ത്രധാരണത്തിലൂടെയോ സാമ്പത്തിക സ്ഥിതിയിലൂടെയോ അല്ല, മറിച്ച് മനുഷ്യത്വത്തിലൂടെയും സംസ്കാരത്തിലൂടെയുമാണ് നേടേണ്ടതെന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ഞാൻ എന്റെ അച്ഛന്റെ തോളിൽ കൈയിട്ട് നടന്നു നീങ്ങുന്നു. ആ ദിവസം എല്ലാവർക്കും ഒരു വലിയ പാഠമായി നിലനിൽക്കും.